ഹലോ ഗൈസ്, നമ്മളിന്ന് GTA 1 ആണ് കളിക്കുന്നത്. ചെറുതായിട്ട് ലാക്കെല്ലാം അടിക്കുന്നുണ്ട്. ഇതൊക്കെ GTA 1 ഇത് റേസിംഗ് ഗെയിമായിട്ടാണ് ആദ്യം ഇത് റിലീസാക്കിയേക്കുന്നത്. നമ്മളാണ് ഇവൻ്റെ പേരൊന്നും എനിക്ക് മനസ്സിലായില്ല. മാപ്പൊന്നും ഇല്ല ഇതിനകത്ത്. മാപ്പൊന്നും കാണിക്കുന്നില്ലല്ലോ. ഗണ്ണ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. GTA 2-ലായിരിക്കും ഒരു മാപ്പ് ഇറക്കിയിട്ടുള്ളത്. പക്ക ലാഗ് അടിക്കുന്നുണ്ട് ചെറുതായിട്ട്. ഈ കമ്പ്യൂട്ടറിലെ പണ്ടൊക്കെ കമ്പ്യൂട്ടറല്ല, കമ്പ്യൂട്ടറാണ്, കമ്പ്യൂട്ടറാണ്. ശരിക്കും പറഞ്ഞാൽ ലാപ്ടോപ്പാണ് കേസ്. ഓക്കെ, കമ്പ്യൂട്ടറാണ്, രണ്ടുമല്ല, ലാപ്ടോപ്പാണ്. ചെറുതായിട്ട് ലാഗ് അടിക്കുന്നുണ്ട്. പണ്ടൊക്കെ കളിച്ചോണ്ടിരുന്ന സ്കൂളിലെ കമ്പ്യൂട്ടറിലൊക്കെയാണ്. പണ്ട് ഞാൻ വേറെ സ്കൂളിൽ കയറുമായിരുന്നു. ആ സ്കൂളിലെ കമ്പ്യൂട്ടറിലായിരുന്നു ഞാൻ പണ്ടൊക്കെ കളിച്ചോണ്ടിരുന്നത്. ആ സ്കൂളിലെ കമ്പ്യൂട്ടറിലല്ല, ആ സ്കൂളിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ്റെ കമ്പ്യൂട്ടറിലാണ് ഞാൻ GTA 1 എല്ലാം കളിച്ചത്. PS1-ലാണ് ഞാൻ അങ്ങനെ കളിച്ചിരുന്നത്. ആ കൂട്ടുകാരനെ ഞാൻ അങ്ങനെ PS1 ആണ്. PS2-ൽ ഞാൻ GTA 2 ഒക്കെ കളിച്ചായിരുന്നു. PS2-ൽ ഞാൻ GTA 3-യും എല്ലാം കളിച്ചായിരുന്നു. GTA Vice City PS3-ലാണ് ഞാൻ കളിച്ചത്. GTA San Andreasലും PS3. ആപ്പാടെ GTA 4-ഉം GTA 5-ഉം മാത്രമാണ് ഞാൻ PS5-ൽ കളിച്ചിട്ടുള്ളത്. പിന്നെ മാർവൽ ചെറുപാട് കൊള്ളാം. എൻ്റെ കൂട്ടുകാരൻ്റെ അതിലാണ്. അതായത് പണ്ടത്തെ സ്കൂളിൻ്റെ അല്ല, എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് വാട്ടില്ല എന്തോ പറയാൻ. അതായത് ഞാൻ പറഞ്ഞെന്ന് പറയുമ്പോൾ, ഞാൻ പണ്ട് പറഞ്ഞില്ലേ ഞാൻ GTA 5 കളിച്ചിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെയാണല്ലേ നിങ്ങളായത് ഞാൻ പറയാം. ഞാൻ കളിച്ചത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ, ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിൽ PS5-ഉം PS4 എല്ലാം ഉണ്ട്. GTA 1 റിലീസാകുന്ന സമയത്ത് അവിടെ PS1 കാണുന്നത്. റിലീസായിട്ട് ഒത്തിരി നാൾ കഴിഞ്ഞു. എന്നിട്ട് അവൻ PS1 മേടിച്ചു. പിന്നെ അവന് GTA Vice City ഒക്കെ കളിക്കുമ്പോൾ PS2 മേടിച്ച്, PS3 മേടിച്ച്, PS4 മേടിച്ച്, PS5 മേടിച്ച്, എന്തൊക്കെ ചെയ്യുമെന്നറിയാമോ? പിന്നെ അവൻ്റെ കൂടെ ഞാനൊരു ദിവസം അവിടുത്തെ വീട്ടിലില്ലേ അച്ഛൻ്റെ കൂടെ പോയതാണ്. ആ സമയം ഞാൻ കളിച്ചായിരുന്നു, ഞാൻ അവനോടെ കൊള്ളായിരുന്നു. ആ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ്. എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഞാൻ PS5-ലും PS2-ലും എല്ലാം കളിച്ചത്. ആ ദിവസമാണ് ഏറ്റവും വലിയ ദിവസം. ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഞാനിതെല്ലാം പണ്ടോട്ടേ കളിക്കുന്ന ഗെയിമാണ്. ഞാൻ GTA ലണ്ടന് മാത്രമേ ഉള്ളൂ കളിക്കാത്തത്. ബാക്കിയുള്ള എല്ലാം ഞാൻ കളിച്ചിട്ടുണ്ട്. GTA ലണ്ടൻ മിഷൻ കംപ്ലീറ്റ്. ഓക്കെ, കാറെടുത്ത് ഇവിടെ കൊണ്ടുവന്നു. ഞാൻ മിഷൻ കംപ്ലീറ്റ് ആയി. ഞാൻ അടുത്ത മിഷൻ എന്താ എൻ്റെ പാർട്ട് 2 ഇടുന്നതായിരിക്കും. ഇതൊക്കെ ഞാൻ കളിച്ചുള്ള ഓർമ്മയെല്ലാം ഞാൻ വിട്ടു. ഞാൻ കളിച്ച ഓർമ്മ എനിക്ക് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. ആ ദിവസമാണല്ലോ GTA 1 എങ്കിലും കളിക്കണമെന്ന് എനിക്ക് ഒത്തിരി സന്തോഷമാണ്. GTA 1 കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടും GTA 2 റിലീസായിട്ട് ഒത്തിരി സമയം കഴിഞ്ഞു. GTA 3 റിലീസായിരുന്നു. GTA Vice City റിലീസാവുന്ന ആ സമയമായിരുന്നു. GTA Vice City റിലീസായിട്ടില്ല. അത് ആ സമയം കൊണ്ട് സെപ്റ്റംബറോ ഒക്ടോബറിലൊക്കെ റിലീസാവുമെന്ന് ഉണ്ടായിരുന്നു. എന്നാലും GTA 6 പോലല്ലായിരുന്നു Vice City. കുറച്ചുകൂടെ ക്ലാരിറ്റി ആണ്. Vice City എപ്പോഴാണ് റിലീസാകുന്നതെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ആൾക്കാർ GTA 6 എപ്പോഴാണ് റിലീസാവുന്നതെന്നല്ലേ ഞങ്ങളങ്ങനെ കണ്ടിട്ട് Vice City എപ്പോഴാണ് റിലീസാക്കുന്നത്. കാരണം ഞങ്ങൾ കുഞ്ഞായിരിക്കും. PS1-ലൊന്നും എന്ത് കളിക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല. എന്തു കളിക്കേണ്ട എനിക്കൊന്നും മനസ്സിലായി. ഞാൻ കണ്ണിൽ കിടന്ന ബട്ടണില്ല. അന്നേരം എനിക്ക് 5 വയസ്സ് കണ്ടുള്ളൂ. ഞാൻ കണ്ണിൽ കിടന്ന ബട്ടണിലാണ് ഞെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരന് വേണ്ടിയല്ലേ മേടിച്ചത്. അവൻ്റെ ചേട്ടനില്ലേ, അവൻ്റെ ചേട്ടൻ കുറച്ച് അന്നേരം വലുതായിരുന്നു. അവന് വേണ്ടിയാണ് മേടിച്ചത്. ആ ചേട്ടന് വേണ്ടി മേടിച്ചപ്പോൾ ഞങ്ങളെല്ലാം 5 വയസ്സുള്ളായിരുന്നു. ആ സമയം ഞങ്ങൾ കളിച്ചായിരുന്നു.
PS3-ലും PS2-ലും എല്ലാം കളിക്കാറുണ്ട്. കൊള്ളായിരുന്നു. എന്നാലും GTA 3 അന്നേരം മറക്കാൻ പറ്റാത്തൊരു ഗെയിമാണ്. ഞങ്ങൾക്ക് ഇപ്പം കാണുന്ന GTA 5 ഇല്ലേ, അതാണ് എനിക്ക് GTA 3 പോലെ പണ്ട് തോന്നിയിരുന്നത്. GTA 7-ന്റെ ട്രെയിലറും ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അത് റിലീസാകുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ല. പിന്നെ കുറച്ച് മിഷൻ കൂടെ ചെയ്തേക്കാം, അതിൻ്റെ പാർട്ട് 2 ആയിരിക്കും. മിഷൻ 2 മിഷൻ ഞാൻ ഓൾറെഡി ചെയ്തു. ആളിനെ ഞാൻ പുറത്താക്കി ഞാൻ പോവുകയാണ്. ഇതെല്ലാം മഞ്ഞ കളർ, ഇതെല്ലാം 2D ആവില്ലേ, ഈ പക്ക ലാഗ് അടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സിസ്റ്റത്തിൽ ലാഗ് അടിക്കുന്നു. സ്റ്റോറി പറയാൻ ഒത്തിരി പറഞ്ഞു. സ്റ്റോറി കണ്ടു വെച്ചിട്ടുണ്ടാണ്, ഞാൻ ഗെയിം പ്ലേ ആയിട്ട് പറയുന്നതായിരിക്കും സ്റ്റോറിയല്ല. ആ ചേച്ചി അങ്ങോട്ട് ഓടിപ്പോന്നെ അല്ലെങ്കിൽ ഇവിടെ മെസ്സേജ് ഉണ്ടായിരുന്നു. മെസ്സേജ് അടിച്ചിട്ട് നോക്കി എവിടെ മെസ്സേജ് ഉള്ളത്. ഇവിടെ മിഷനങ്ങാണ്ട് കാണണം ചേച്ചി. മാപ്പും ഇല്ലല്ലോ, പിന്നെ എവിടെ അറിയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, നമ്മളെല്ലാത്തിനും കൊല്ലണോ? അതായിരിക്കും മിഷൻ. അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക.